ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 2 ശുക്രൻ മീനരാശിയിലേക്ക്, അതായത് ശുക്രൻ്റെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. മീനരാശിയിൽ നിൽക്കുന്ന ശനിയുമായിട്ട് ശുക്രന് ശനി ശുക്ര യോഗം വരുന്നു. അപ്പോൾ എന്തായിരിക്കും ഈ മീനരാശിയിലേക്ക് ഉച്ചരാശിയിലേക്ക് ശുക്രൻ്റെ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ? അത് ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 മാർച്ച് 2 ശുക്രൻ മീനരാശിയിലേക്ക് രാശി മാറുന്നത്. മീനരാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയാണ്. ശുക്രന് ബലം കൂടുന്ന രാശിയാണ്. മാർച്ച് 25 വരെ ആ ശുക്രൻ ഉച്ചരാശിയിൽ ഉണ്ടാകും. അപ്പം മീനൻ രാശിയിൽ ശനി സ്ഥിതി ചെയ്യുന്നതിനാൽ ശനിയും ശുക്രനുമായിട്ട് ശനി ശുക്ര യോഗം മീനൻ രാശിയിൽ വരുന്നുണ്ട്. ചില കുറുകാരെ സംബന്ധിച്ചിടത്തോളം, ചില ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് മാളവ്യ യോഗാവസ്ഥ ഉണ്ടാക്കുന്നു. അതായത് ശുക്രൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രണയത്തിൻ്റെയും വിവാഹത്തിൻ്റെയും അതുപോലെ വിവാഹബന്ധത്തിൻ്റെയൊക്കെ തന്നെ ഗ്രഹമായിട്ട് നമുക്ക് ശുക്രനെ കാണാം. അവിടെ ശനി നിൽക്കുകയാണ് ശുക്രൻ്റെ രാശിയിൽ. അപ്പോൾ പ്രത്യേകിച്ച് ശനി എന്ന് പറയുമ്പോൾ അച്ചടക്കത്തിൻ്റെ ഗ്രഹമാണ്, പക്വതയുടെ ഗ്രഹമാണ്, നീതിബോധത്തിൻ്റെ ഗ്രഹമാണ്, കർമ്മത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്. അപ്പോൾ ശുക്രന് ശനിയുമായിട്ടൊക്കെ യോഗം വരുമ്പോൾ അത് പ്രത്യേകിച്ച് കാലപുരുഷൻ്റെ 12ാം ഭാവ രാശിയിലാണ് ആ ശുക്രനും ശനിയായിട്ട് യോഗം വരുന്നത്. എന്ന് പറയുമ്പോൾ പൊതുവായിട്ട് പറയുകയാണെങ്കിൽ സുഖബന്ധങ്ങളും സുഖയാത്രകളും സുഖച്ചെലവും ഉണ്ടാകുന്ന സമയമെന്ന് പറയാം. ആത്മീയമായിട്ടുള്ള സമ്പത്തും ഈശ്വര പ്രേമവും അതുപോലെ തന്നെ ആതുര പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അപ്പം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ആ മീനൻ രാശിയുടെ ഭാവസ്ഥിതി വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് അവർക്ക് ഗുണാനുഭവങ്ങൾക്കും വ്യത്യാസം വരും. അപ്പോൾ എങ്ങനെയായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഈ ശുക്രൻ്റെ രാശി മാറ്റം സ്വാധീനിക്കുന്നത് നോക്കാം. ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇംഫക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും. മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ 2ാം ഭാവാധിപനാണ്, ധനഭാവാധിപനാണ്. അതുപോലെ തന്നെ 7ാം ഭാവാധിപനും ആണ്. ആ 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 2 അവരുടെ 12ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 25 വരെ ആ ശുക്രൻ 12ാം ഭാവരാശി ഉണ്ടാകും. 12ാം ഭാവരാശി എന്ന് പറയുന്നത് വേഴത്തിൻ്റെ രാശിയാണ്. അത് ആ രാശിയിലാണ് ശുക്രൻ ഉച്ചസ്ഥിതി വരുന്നത്. അപ്പോൾ പൊതുവെ ശനിയും 12ൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ്, 7.5 ശനിയുടെ സമയമാണ്. അപ്പോൾ പൊതുവെ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ശുക്രനും ശനിയുമായിട്ടുള്ള യോഗം 12ൽ വരികയാണ്. ഇപ്പോൾ പൊതുവേ നമുക്ക് പറയുകയാണെങ്കിൽ ഈ കൂറുകാർക്ക് ശുക്രൻ്റെ 12ലെ സ്ഥിതി എന്ന് പറയുന്നത് അത് കുടുംബത്തിൽ, അതായത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള മംഗളകാര്യങ്ങൾക്കോ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവ് കൂടുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. കുടുംബ അംഗങ്ങളുമായോ ദമ്പതിമാർ മാത്രമായോ ഒക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്ക് ഈ സമയം ചിലപ്പോൾ വഴിതെളിച്ചു എന്ന് വരാം. വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനും ചിലർക്ക് സാധ്യതയുണ്ട്. അതുപോലെ ദമ്പതിമാർക്ക് ഷോപ്പിങ്ങിനോ ലക്ഷറി ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നതിനൊക്കെ സാധ്യത അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ വീട്, വാഹനം വാങ്ങുന്നതിനും അതുവഴിയൊക്കെ ചെലവ് കൂടുന്നതിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ശനി 2ലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ 12 നിൽക്കുന്ന ശനി 2ൽ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലർക്ക് വിദേശ ബന്ധം വഴിയൊക്കെ അല്ലെങ്കിൽ മറ്റ് അൺനോൺ സോഴ്സിൽ നിന്നൊക്കെ ധനനേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച്
ഈ നമുക്ക് ഈ 12-ലാണ് ശുക്രനും ശനിയൊക്കെ യോഗം വരിക എന്ന് പറയുമ്പോൾ സീക്രട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആകർഷണങ്ങൾ, അതായത് രഹസ്യ ബന്ധങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പം കെയർ വേണം. ചിലപ്പോൾ അവരുടെ മുൻകാല റിലേഷൻഷിപ്പൊക്കെ ഈ സമയത്ത് അതിനെപ്പറ്റിയുള്ള ചിന്തകളൊക്കെ പൊന്തി വരുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. അപ്പം ഈ 12-ാം ഭാവം എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ 12-ാം ഭാവമാണ്. അതായത് നമുക്ക് ഭഗവാന്റെ പാദമെന്ന് പറയാം. ആ പാദസ്ഥാനത്താണ് ഈ ശുക്രൻ ലക്ഷ്മിയുടെ സ്ഥാനമാണ്. അപ്പോൾ ആ ശുക്രൻ ഭഗവാന്റെ അതായത് മഹാലക്ഷ്മി ഭഗവാന്റെ പാദത്തിൽ ഇരിക്കുന്ന ഒരു സ്ഥിതി ആണ് ഇവിടെ കാണുന്നത്. ഇപ്പം ശനി 12-ൽ സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ ആ ശനിയും ശുക്രനുമായിട്ടൊക്കെയുള്ള യോഗം എന്ന് പറയുന്നത് ചിലപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ദൂരസ്ഥലത്തോ അല്ലെങ്കിൽ വിദേശത്തേക്കോ പോകുന്നതിനോ അല്ലെങ്കിൽ അത് ആ തൊഴിൽ വിദേശത്ത് ആസൂത്രണം ചെയ്യുന്നതിനോ ഒക്കെ സാധ്യതയുണ്ട്. പൊതുവേ നമുക്ക് വിദേശത്തുള്ള വ്യക്തികളുമായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാകുന്നതിനും ഒക്കെ സാധ്യതയുണ്ട്. പൊതുവേ നമുക്ക് ജീവിത പങ്കാളിയോട് ഒപ്പം തന്നെ ചിലപ്പോൾ വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. പൊതുവെ നമുക്ക് ഈ ഗുരുക്കന്മാരുടെയൊക്കെ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം ഈ സമയത്ത് ഈ കുറുകാർക്ക് കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വിദേശത്തേക്കുള്ള ഏതെങ്കിലും സ്ഥാപനവുമായിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും പങ്കാളിത്തം വരുന്നതിനോ അല്ലെങ്കിൽ ഈ ദീർഘകാലമായിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ നമുക്ക് അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കോ ഒക്കെ തന്നെ ഈ ധനം ചെലവ് ചെയ്യുന്ന ഒരു സമയവുമായിട്ടും കൂടെ കാണുന്നുണ്ട്. പൊതുവെ ഈ 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാവത്തിൻ്റെ 6-ലാണ് ഉച്ചസ്ഥിതനാകുന്നു എന്നുള്ളതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഈ കൂറുകാരുടെ ഈ 12-ൽ ആ ശുക്രനൊക്കെ വരുമ്പോൾ നമ്മൾ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഒരു ചെറിയ ഒരു കെയർ വേണം. അപ്പോൾ എതിർലിംഗക്കാരുമായിട്ടുള്ള നമ്മുടെ ചങ്ങാത്തത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക. ചിലർക്ക് ചിലപ്പോൾ ഒന്നിലധികം ഒരു പ്രണയബന്ധമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്നും കൂടെ വരാം. അതിലൊക്കെ ഒരു കെയർ കൊടുക്കണം. അതുപോലെ വിവാഹം ആലോചിക്കുന്നവരും നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ അല്പം ശ്രദ്ധ കൊടുക്കണം, ആ ശുക്രൻ 12-ലായതുകൊണ്ട്. അതുപോലെ നമുക്ക് ഈ ഡൊമസ്റ്റിക് ബിസിനസ്സുകാർക്ക് ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഒരു ഫ്ലക്ച്വേഷനൊക്കെ ചിലപ്പോൾ ബിസിനസ്സിൽ അനുഭവപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അതേസമയം വിദേശ വിപണനമൊക്കെ വളരെ സ്മൂത്ത് ആകുന്നതിനും അതുവഴിയൊക്കെ നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നമുക്ക് ശനിയുമായിട്ടുള്ള ആ ശുക്രൻ്റെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗുരുക്കന്മാരുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ കിട്ടുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. ഇനി ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ ഉച്ചരാശിയായ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാക്കും നോക്കാം. ഇടവക്കുറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകയിര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. അപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് ജന്മലഗ്ന രാശ്യാധിപനാണ്. അതുപോലെ തന്നെ ആ ശുക്രൻ 6-ാം ഭാവാധിപനുമാണ്. അപ്പോൾ 1ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പ്രത്യേകിച്ച് മാർച്ച് 2-ന് അവരുടെ 11-ാം ഭാവരാശിയിലേക്ക് ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ശുക്രൻ രാശി മാറുന്നത്. മാർച്ച് 25 വരെ ആ ശുക്രൻ 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്തുണ്ടാകും. അപ്പോൾ പൊതുവേ ഈ 11-ാം ഭാവം എന്ന് പറയുന്നത് ശുക്രൻ്റെ ഉച്ചരാശിയാണ്. അത് ഗുരുവിൻ്റെ രാശിയാണ്. ആ ഗുരു ആണെങ്കിൽ ഇപ്പോൾ ധനസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. 11 മുതൽ ആ ധനസ്ഥാനത്ത് നിൽക്കുന്ന ഗുരു നേർസഞ്ചാരത്തിൽ വരുന്ന സമയവും കൂടെ ആണ്. അപ്പോൾ പൊതുവേ ആ 11-ൽ ശനി നിൽക്കുന്ന സമയമാണ്. ശനിയും ശുക്രനുമായിട്ടൊക്കെ യോഗമുള്ള സമയമാണ്. പൊതുവേ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു സാമ്പത്തിക നേട്ടത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മുടെ ഇച്ഛാപൂർത്തി സ്ഥാനത്താണ് ആ ശുക്രനും ശനിയും ഒക്കെ യോഗം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എന്തെങ്കിലും നമ്മൾ നാളിതുവരെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച ഏതെങ്കിലും ഒരു ആഗ്രഹം ഈ സമയത്ത് സാധിക്കാൻ അനുകൂല സമയമാണ്. അതുപോലെ പല സോഴ്സുകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലൊക്കെ വലിയ നേട്ടം ഉണ്ടാകുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ലാഭവർദ്ധനവ് ഉണ്ടാകും, വരുമാനം വർധനവൊക്കെ ഉണ്ടാകുന്ന സമയമാണ്.
അതുപോലെ 11-ലൊക്കെയാണ് ശുക്രനും ശനിയുമായിട്ടുള്ള യോഗം വരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധം വഴിയൊക്കെ നമുക്ക് സ്ത്രീ സൗഹൃദങ്ങൾ വഴിയൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പൊതുവെ ലക്ഷറി ഐറ്റംസ്, ആഭരണങ്ങൾ ഇവയൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ ഉള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ വാഹനം, വീട് ഇവ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലർക്ക് ധനഭാഗ്യത്തിനും സാധ്യതയുണ്ട്. അംഗീകാരങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ പുതിയ സൗഹൃദങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അതുവഴിയൊക്കെ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാം. പൊതുവെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ സമയം എന്ന് തന്നെ പറയാം. ചിലർക്ക് ഈ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് ലോൺ കിട്ടാതിരുന്നവർക്ക് ആ ലോണൊക്കെ പൊടുന്നതിനെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുവഴിയൊക്കെ ധനനേട്ടം ഉണ്ടാകും. പൊതുവെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ 6-ന് 6-ാം ഭാവാധിപനാണ് അതിൻ്റെ 6-ല് ഉച്ചസ്ഥിതനായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ റിലീഫ്, സഡനായിട്ടുള്ള റിലീഫ് ഉണ്ടാകുന്ന സമയവും കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ശനി ശുക്ര യോഗമൊക്കെ 11-ൽ വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ കഴിയും. അതിനനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ സാമ്പത്തിക സ്ഥിതി ഉയരുന്നതിന് അനുകൂല സമയമാണ്. അതേസമയം നമ്മൾ എതിർലിംഗക്കാർ, ഇപ്പോൾ ശുക്രനൊക്കെ 11-ൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഉച്ചസ്ഥിതിയിലൊക്കെ വരുമ്പോൾ നമ്മൾ എതിർലിംഗക്കാരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഒരു കെയർ വേണം. ജന്മരാശ്യാധിപൻ ശുക്രനും അതുപോലെ തന്നെ നമുക്ക് ശനിയുമായിട്ട്, അതായത് 9-ഉം 10-ഉം ഭാവാധിപനായിട്ടുള്ള ശനിയുമായിട്ടൊക്കെ യോഗം വരിക എന്ന് പറയുമ്പോൾ തൊഴിലിലൊക്കെ നമുക്ക് പൊടുന്നനെയുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ നേട്ടം അല്ലെങ്കിൽ ഉയർച്ച തൊഴിലിടത്തും ഉണ്ടാകും. തൊഴിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്കും സാമ്പത്തികമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഈ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടിയൊക്കെ 5-ലൊക്കെ ഉള്ള സമയമാണ്. ഇപ്പോൾ നമുക്ക് ഈ സ്പെക്കുലേറ്റീവ് തലത്തിലും അതുപോലെ ഇപ്പോൾ ഓഹരി വിപണികളിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകാനും കൂടെ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൂടുന്ന സമയമാണ്. പൊതുവെ മെറ്റീരിയലായിട്ടും സ്പിരിച്വലായിട്ടും ഒക്കെ നേട്ടം കൈവരിക്കാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ ശുക്രൻ 11-ൽ ഉച്ചരാശിയിലേക്ക് വരുന്നത് ഇടവക്കുറുകാർക്ക് വളരെ വലിയ നേട്ടങ്ങളും ആഗ്രഹങ്ങൾ നിവർത്തിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ 10-ാം ഈ മീനരാശിയിൽ ഉച്ചസ്ഥിതനായിട്ട് വരുന്നത് എന്ത് ഗുണാനുഭവം ഉണ്ടാകും നോക്കാം. ഇപ്പോൾ മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, അതുപോലെ തിരുവാതിര, പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് 5-ഉം 12-ഉം ഭാവാധിപനാണ്. 5-ഉം 12-ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മാർച്ച് 2-ന് ശുക്രൻ ഈ 10-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. മാർച്ച് 25 വരെ കർമ്മസ്ഥാനത്ത് ആ ശുക്രൻ ഉണ്ടാകും. ഇപ്പോൾ 10-ാം ഭാവരാശി എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിച്ചിടത്തോളം ഉച്ചരാശിയാണ്. അത് ഗുരുവിൻ്റെ രാശിയാണ്. ആ ഗുരുവാണെങ്കിൽ ആ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ മാർച്ച് 11 മുതൽ നേർസഞ്ചാരത്തിൽ വരുന്ന സമയം കൂടിയാണ്. അതുപോലെ 10-ാം ഭാവരാശിയിൽ ശനി സ്ഥിതി ചെയ്യുന്നുണ്ട്. ശനിയും അതുപോലെ ശുക്രനുമായിട്ടുള്ള യോഗമൊക്കെ കർമ്മസ്ഥാനത്ത് ഉള്ള സമയമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ശുക്രൻ്റെ രാശി മാറ്റം എന്ന് പറയുന്നത് മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും തൊഴിലിൽ സുഖാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. തൊഴിലിടത്തെന്തെങ്കിലും അംഗീകാരങ്ങൾ, ആദരവിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് തൊഴിലിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. 10-ലൊക്കെ ശുക്രൻ ഉച്ചരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മിഥുനക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാളവീയ യോഗാവസ്ഥയാണ്. തൊഴിലിൽ കീർത്തി ഉണ്ടാകും എന്ന് പറയാം. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും. ചിലപ്പോൾ ജീവിത പങ്കാളിക്കും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമായിട്ടോ അല്ലെങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഓഹരി വിപണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഈ ശുക്രൻ്റെ കർമ്മസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം കൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ 10-ൽ ശനിയും ശുക്രനും ഒക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ആ 2 ഗ്രഹങ്ങളുടെ യോഗം
അവിടെ ഉണ്ട്. ഇവയെല്ലാം നമുക്ക് വിദേശത്തൊക്കെ തൊഴിൽ, ബിസിനസ്, പഠനം ഇത്യാദി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിന് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് തൊഴിലിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടസ്ഥലത്തേക്കൊക്കെ നമുക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വിസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഫിലിം ഫീൽഡിൽ പ്രവർത്തിക്കുന്നവർക്ക്, സ്പോർട്സിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ ഈ ശുക്രൻ്റെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. പിതാവുമായിട്ടുള്ള ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയവും കൂടെയാണ്. ഇപ്പോൾ ശനി-ശുക്ര യോഗം എന്ന് പറയുന്നത് ഇതിനൊക്കെ അനുകൂലമായിട്ടുള്ള സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. ഒന്നിലധികം ചിലപ്പോൾ ചിലർക്ക് പ്രണയചിന്തകളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുപോലെ വ്യത്യസ്ത സംസ്കാരത്തിലുള്ളവരുമായിട്ടൊക്കെ ഒരു ബന്ധമൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് സ്ഥാപിച്ചു എന്ന് വരാം. അവിടെയൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എതിർലിംഗക്കാരാണെങ്കിൽ അവരുമായിട്ടൊക്കെ ഒരല്പം കെയറൊക്കെ വേണ്ടുന്ന സമയമാണ്. ശുക്രനൊക്കെ 4 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ വീട്ടിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഭവനം വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഇതിനെപ്പറ്റിയുള്ള ചിന്തകളും അതിനുള്ള ആസൂത്രണങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരും ചിലപ്പോൾ അവർക്ക് ഒരു അനുകൂല സമയം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ശുക്രൻ നീച ദൃഷ്ടിയാണെങ്കിൽ തന്നെയും 4 ആ ശുക്രൻ്റെ ദൃഷ്ടി ഗുണം ചെയ്യും. പൊതുവെ സുഖച്ചെലവൊക്കെ കൂടുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതേസമയം ധനച്ചെലവ് കൂടുന്നതിനും സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പം ശനിയും 12 പ്രത്യേകിച്ച് 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ പണം ചെലവ് ചെയ്യുന്നതിനൊക്കെ ഈ ശനിയുടെ ആ 12 ദൃഷ്ടി വഴിതെളിച്ചു എന്ന് വരാം. ഇനി കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും, അതായത് പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ശുക്രൻ മീനൻ രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഗുണ അനുഭവങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് അവരുടെ 4-ാം ഭാവാധിപനുമാണ്, 11-ാം ഭാവാധിപനുമാണ്. ഇപ്പോൾ ആ ശുക്രൻ മാർച്ച് 2 ഭാഗ്യസ്ഥാനത്തേക്കാണ് രാശി മാറുന്നത്. ഇപ്പോൾ മാർച്ച് 25 വരെ ആ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് ഉണ്ടാകും. പ്രത്യേകിച്ച് ആ ശുക്രൻ്റെ ഭാഗ്യസ്ഥാനം, നമ്മുടെ ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ 9-ാം ഭാവരാശി എന്ന് പറയുന്നത് ഗുരുവിൻ്റെ രാശിയാണ്. ആ ഗുരു ഇപ്പോൾ 12 സഞ്ചരിക്കുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് ഭാഗ്യസ്ഥാനത്ത് ശനി ഇപ്പോൾ ഉണ്ട്. ശനി ശുക്രനുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ചില ഭാഗ്യ അനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. അപ്പോൾ ചിലർക്ക് ലോട്ടറി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഭാഗ്യം ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. റിയൽ എസ്റ്റേറ്റ് വഴി എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായെന്ന് വരാം. കുടുംബത്തിൽ സുഖം, സമാധാനം ഒക്കെ സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. മാതാവ്, ബന്ധുക്കൾ ഇവരുമായിട്ടൊക്കെയുള്ള ആ ബന്ധമൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് ഈ ഹയർ സ്റ്റഡീസിനൊക്കെ സാധ്യത അതിനനുകൂലമായിട്ടുള്ള സമയമാണ്. സ്പിരിച്വൽ പാത്ത് വഴി ആത്മീയമായിട്ടുള്ള ആ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്യുക വഴി നമ്മുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും അതുപോലെ ധർമ്മപ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ശുക്രൻ പ്രത്യേകിച്ച് വിദേശ ബന്ധം വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ വിദേശ ബന്ധം വഴിയൊക്കെ നമുക്ക് ചില നേട്ടങ്ങൾ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ പണം ചെലവ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആ 9-ാം ഭാവാധിപനായിട്ടുള്ള വേഴം 12 നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പുണ്യ കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക്, ഈശ്വരീയമായ കാര്യങ്ങൾക്കൊക്കെ പണം ചെലവാക്കും. അതുവഴി ഭാവിയിൽ നമുക്ക് ഗുണാനുഭവം ഉണ്ടാക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ചിലപ്പോൾ വിദേശ യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങൾക്കും ദൂരസ്ഥലത്തൊക്കെ ചിലപ്പോൾ തീർത്ഥാടന യാത്രകൾക്കുമൊക്കെ
അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സത്സംഗങ്ങളൊക്കെ പങ്കെടുക്കുന്നതിനും അല്ലെങ്കിൽ ഗുരുക്കന്മാരെ മീറ്റ് ചെയ്യുന്നതിനും അവരുടെയൊക്കെ ആത്മീയ ഉപദേശമൊക്കെ ലഭിക്കുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുവഴിയൊക്കെ പൊതുവെ നമുക്ക് മാനസികമായിട്ട് സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോബ്, അവരുടെ തൊഴിലൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും. 5-ാം ഭാവം അപ്പോൾ പൊതുവെ ശുക്രൻ 5-ാം ഭാവത്തിൻ്റെ 5-ൽ ഉച്ചസ്ഥിതനാകുന്ന സമയം കൂടെ ആണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പ്രണയബന്ധം വഴിയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഭാഗ്യനേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഇപ്പോൾ ശനി ശുക്ര യോഗമൊക്കെ 9-ൽ വരിക. അപ്പോൾ നമുക്ക് ഭൗതികവും അതുപോലെ തന്നെ ആത്മീയവുമായിട്ടുള്ള നേട്ടങ്ങൾ, ആ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ഒരു സന്തുലിതമായിട്ടുള്ള ഒരു പുരോഗതി ഈ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എന്ത് തടസ്സങ്ങൾ നമുക്ക് വന്നാൽ തന്നെ അതൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ശനി ശുക്ര യോഗമൊക്കെ 9-ൽ വരുന്നത് അതിനൊക്കെ സഹായകമാണ്. ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം നമുക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ചില ഉപദേശമൊക്കെ അവരിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദേശ ബന്ധം വഴി ധനാഗമം കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ ശുക്രൻ്റെ ദൃഷ്ടിയൊക്കെ 3-ലുള്ള സമയവും കൂടിയാണ്. അപ്പോൾ ചിലരെ സംബന്ധിച്ചോളം ഈ കലാകാരന്മാർക്ക്, അതുപോലെ പുതിയ കോഴ്സുകൾ ചെയ്യുന്നവർക്ക്, ഇപ്പോൾ സംഗീതം, നൃത്തം, മറ്റ് കലകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, മീഡിയ പ്രവർത്തകർക്ക്, മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, അവർക്കൊക്കെ തന്നെ അത്തരം മേഖലകളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുന്നതിനും അനുകൂല സ്ഥിതിയാണ് കാണിക്കുന്നത്. അപ്പോൾ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഭാഗ്യാനുഭവങ്ങൾ ഈ കൂറുകാർക്ക് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.